And this is a make believe. It's a make believe things. This is a make believe. And if Make believe. make believe എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് ആണ് ആ സിനിമ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? നമ്മുടെ ലാലേട്ടൻ എല്ലാ ഇന്റർവ്യൂസിലും ഉപയോഗിക്കുന്ന വാക്കാണ് മേക്ക് ബിലീവ്. ഇപ്പോൾ അത് ലാലേട്ടന്റെ ഒരു സിഗ്നേച്ചർ വാക്കായി മാറി. ഇപ്പോൾ മിമിക്രികാർ വരെ ലാലേട്ടനെ അനുകരിക്കുമ്പോൾ മേക്ക് ബിലീവ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മേക്ക് ബിലീവും സിനിമയിൽ മേക്ക് ബിലീവിന്റെ പ്രാധാന്യവുമാണ് ചർച്ച ചെയ്യുന്നത്. മേക്ക് ബിലീവ് എന്നാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സാങ്കല്പിക ലോകത്തേക്ക് പ്രവേശിക്കുകയും കുറച്ചു നേരത്തേക്കെങ്കിലും അതിനെ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. എല്ലാ കഥ പറച്ചിലിന്റെയും കാതൽ ഇതാണ്. സിനിമയിൽ മേക്ക് ബിലീവ് എന്നത് പ്രേക്ഷകരും ചലച്ചിത്രകാരനും തമ്മിലുള്ള ഒരു അദൃശ്യമായ ഉടമ്പടിയാണ്. ഇത് യാഥാർത്ഥ്യമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നണം. മേക്ക് ബിലീവിനുള്ള ആത്യന്തികമായ കളിക്കളമാണ് സിനിമ. നമ്മൾ ഒരു ഇരുണ്ട മുറിയിലിരുന്ന് സ്ക്രീനിൽ അപരിചിതരെ കാണുന്നു, എന്നിട്ടും നമ്മൾ ചിരിക്കുന്നു, കരയുന്നു, രോമാഞ്ചം കൊള്ളുന്നു. ഇല്ലാത്തവരുമായി നമ്മൾ പ്രണയത്തിലാകുന്നു, നമ്മുടേതല്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നു. അതാണ് മേക്ക് ബിലീവ്. പറക്കുന്ന സൂപ്പർ ഹീറോകളുള്ള ആദ്യകാല നിശബ്ദ ചിത്രങ്ങൾ മുതൽ ഏറ്റവും യാഥാർത്ഥ്യബോധമുള്ള നാടകങ്ങൾ വരെ എല്ലാം ഒരൊറ്റ കാര്യത്തിൽ അധിഷ്ഠിതമാണ്: അവിശ്വസനീയമായതിനെ വിശ്വസിക്കാനുള്ള നമ്മുടെ സന്നദ്ധത. എന്നാൽ എല്ലാ സിനിമകൾക്കും ഇത് സാധിക്കാറില്ല. ചില സിനിമകൾ ഗംഭീരവും ഭാവനാസമ്പന്നവുമാകാൻ ശ്രമിക്കുമ്പോൾ അബദ്ധവശാൽ തമാശയായി മാറും. രാജമൗലിയിലേക്ക് വരാം. ഇന്ത്യൻ സിനിമയിൽ മേക്ക് ബിലീവ് ചെയ്യുന്ന ഏറ്റവും മികച്ച പ്രയോക്താക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഈച്ച എന്ന സിനിമ നോക്കൂ. നായകൻ ഈച്ചയായി പുനർജനിക്കുന്ന ചിത്രം. കേൾക്കുമ്പോൾ ഇത് അസംബന്ധമായി തോന്നാം, ഒരു ഈച്ച ശക്തനായ വില്ലനോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതോ. എന്നാൽ രാജമൗലിയുടെ കൈകളിൽ അത് വൈകാരികമായി നമ്മളെ പിടിച്ചിരുത്തുന്ന ഒന്നായി മാറും. ഈച്ചയുടെ ദേഷ്യം നമ്മൾക്ക് അനുഭവപ്പെടുന്നു. ഈച്ചയ്ക്ക് വേണ്ടി നമ്മൾ ആർത്തു വിളിക്കുന്നു. അത് വേദനിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ദുഃഖം തോന്നും. അത് വിജയിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. എന്തുകൊണ്ട്? കാരണം രാജമൗലി അത്രയധികം ആഴത്തിൽ നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നു. ബാഹുബലി, RRR പോലെയുള്ള ചിത്രങ്ങളിലൂടെയും അദ്ദേഹം ഇത് ആവർത്തിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല. ചില സംവിധായകർ വൈകാരിക സത്യം മറന്ന് കേവലം കാഴ്ചകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അവർ VFX-ഉം നാടകീയമായ പശ്ചാത്തല സംഗീതവും അമിതമായ അഭിനയവും കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ പ്രേക്ഷകർക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം വികാരങ്ങൾ യഥാർത്ഥമല്ലെങ്കിൽ മേക്ക് ബിലീവ് തകർന്നു പോകും. അതുകൊണ്ടാണ് ചില ഫാന്റസി സിനിമകൾ ക്ലാസിക്കുകളായി മാറുന്നത്, മറ്റുള്ളവ മീമുകളായി മാറുന്നു. സോഷ്യൽ മീഡിയ വൈകാരികമായ അടിത്തറയില്ലാതെ മേക്ക് ബിലീവ് വെറും തമാശയായി മാറും. അടുത്ത തവണ നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ കരയുകയോ രോമാഞ്ചം കൊള്ളുകയോ സ്ക്രീനിൽ നോക്കി പുഞ്ചിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം മേക്ക് ബിലീവിന്റെ കാര്യത്തിൽ ആ സിനിമ വിജയിച്ചു എന്നാണ്. ഇതുപോലുള്ള കൂടുതൽ ഡീപ് ഡൈവുകൾക്കായി എസ്സേ ഓൺ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി.